PSC പരീക്ഷകളിൽ ഈ അടുത്ത കാലത്ത് വന്ന ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മസാക്കർ ഇൻ ഹൈ വന്നു, സൊമാലിയൻ ജെറ്റ് പോലെയുള്ള പുതിയ കാര്യങ്ങൾ കേൾക്കുന്നു. SCERT ബുക്കിലില്ല, PSC ഗൈഡുകളിലില്ല, മുൻകാല ചോദ്യങ്ങളിലുമില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്? കേരള PSCയുടെ പുതിയ ട്രെൻഡ് അനുസരിച്ച് ആനുകാലികങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആഗോളതാപനം ഒരു ആനുകാലിക വിഷയമാണ്. ഭൂമി നേരിടുന്ന, മനുഷ്യകുലം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആഗോളതാപനം. നമ്മുടെ കാലാവസ്ഥകളാകെ തന്നെ മാറി മറിയുകയാണ്. ഇത്തരം ചോദ്യങ്ങൾ ധാരാളമായി PSC പരീക്ഷയ്ക്ക് വരും. നമ്മുടെ മൺസൂണിനെ നമുക്കറിയാം, കാലം മാറി, മൺസൂണും മാറി, അല്ലേ? മൺസൂൺ എല്ലാവർക്കും ഏതു കാലത്തും ഒരു അതിശയമാണ്. പേരാറ്റു നീരായ ചെമ്പിച്ച പൈക്കളെ ധാരാളം അട്ടിത്തളിച്ചുകൊണ്ടെങ്ങനെ ഈ തീരഭൂവിൽ കടന്നെത്തിയിനിതാ കറുത്ത ചെട്ടിച്ചികൾ. ഇടശ്ശേരിയുടെ കറുത്ത ചെട്ടിച്ചികളിൽ മഴ വരുന്നത് പറയുന്നുണ്ട്. മൺസൂണിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? കവികളെ മാത്രമല്ല, അത് ഏറ്റവും കൂടുതൽ അന്വേഷിച്ചു പോയത് ശാസ്ത്രജ്ഞന്മാരാണ്. നമ്മുടെ മൺസൂൺ വരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് മസാക്കർ ഇൻ ഹൈയും അതുപോലെ തന്നെ സൊമാലിയൻ ജെറ്റും. ഇതൊക്കെ അടുത്ത കാലത്ത് മൺസൂണിലുണ്ടാകുന്ന താളപ്പഴവുകൾ, എൽനിനോ പോലുള്ള പ്രതിഭാസങ്ങളൊക്കെ വരുമ്പോൾ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വിഷയമാണ്. അവിടെ നിന്നാണ് മസാക്കർ ഇൻ ഹൈയും സൊമാലിയൻ ജെറ്റും വന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രഘുനന്ദനൻ MV വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. PSC കംപ്ലീറ്റ് ഗൈഡ് സീരീസിൻ്റെ 4ാമത്തെ ക്ലാസ്സാണിത്. ഈ സീരീസ് വികസിക്കുന്നത് ഈ അടുത്ത കാലത്ത് നടന്ന മുൻകാല ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളോടനുബന്ധമായ മറ്റു മുൻകാല ചോദ്യങ്ങൾ SCERT പാഠഭാഗത്തെയും ബേസ് ചെയ്തും കൊണ്ടാണ്. അതുകൂടാതെ ഇതുപോലെയുള്ള പുതിയ ചോദ്യങ്ങളുടെ ഉറവിടം എന്താണ്, ആ ഉറവിടത്തിനനുസരിച്ച് പഠിക്കേണ്ടത് മാത്രം നിങ്ങൾക്ക് നൽകുന്ന ക്ലാസ്സുകളാണ് ഇതിൽ നൽകുന്നത്. അപ്പോൾ PSC ഉണ്ട്, PSCക്ക് വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്ലസ് SCERT പ്ലസ് ന്യൂ ട്രെൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഉറവിടം. ഇത് മൂന്നും ചേരുമ്പോൾ നിങ്ങൾക്ക് PSCയിൽ മുഴുവൻ മാർക്കും മേടിക്കാൻ സാധിക്കും. മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരു 90-ലധികം മാർക്ക് നിങ്ങൾക്ക് നിശ്ചയമായും ഉറപ്പിക്കാൻ പറ്റും. പഠിക്കേണ്ടത് മാത്രം പഠിച്ചാൽ മതി. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ ലഭിക്കും. ഇത് കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക്, ഈ വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്ക് കിട്ടും. അതുകൂടാതെ ഇതിൻ്റെ വിശദമായ നോട്ടും അവിടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കൂടാതെ ഈ ഭാഗങ്ങളിൽ നിന്നുള്ള പോളുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. കൂടാതെ സ്മാർട്ട് നോട്ട്സും നിങ്ങൾക്ക് അവിടെ കിട്ടും. ടെലിഗ്രാം ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലങ്ങളിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല ഏതാണ് എന്നാണ് ചോദ്യം. ആ മേഖല മസാക്കർ ഇൻ ഹൈ ആണ്. ഏതാണത്? മസാക്കർ ഇൻ ഹൈ. എന്താണ് ഈ മസാക്കർ ഇൻ ഹൈ? മസാക്കർ ഇൻ ഹൈ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മൺസൂണിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് മസാക്കർ ഇൻ ഹൈ. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഇത് രൂപം കൊള്ളുന്നത്. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണിത് രൂപം കൊള്ളുന്നത്. ഇത് 25 ഡിഗ്രി സൗത്ത് 35 ഡിഗ്രി സൗത്തിനിടയിലുള്ള ദ്വീപസമൂഹമായ മസ്കറിൻ ദ്വീപുകൾക്ക് സമീപമാണ് ഇത് ഈ മസാക്കർ ഇൻ ഹൈ രൂപം കൊള്ളുന്നത്. അത് രേഖാംശ രേഖ പറയുകയാണെങ്കിൽ 40 ഡിഗ്രി ഈസ്റ്റും 90 ഡിഗ്രി ഈസ്റ്റും രേഖാംശങ്ങൾക്കിടയിൽ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ മൺസൂൺ രൂപീകരണത്തിലും അതിൻ്റെ വിതരണത്തിലും വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മൺസൂണിൻ്റെ രൂപീകരണത്തിലും അതിൻ്റെ വിതരണത്തിലും രണ്ടിലും വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊള്ളുന്ന ഈ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വേനൽക്കാലത്ത് നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എന്താണ് ഉണ്ടാകുന്നത്? ഉയർന്ന ചൂടുണ്ടാവും. ഉയർന്ന ചൂടുണ്ടാകുമ്പോൾ കരയിൽ എന്തുണ്ടാവും? താഴ്ന്ന മർദ്ദമാണ്. കാരണം ചൂട് പിടിച്ച് വായു മുകളിലേക്ക് വരും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ താഴ്ന്ന മർദ്ദമാണ് ഉണ്ടാവുക. മറുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എന്താണ് സ്ഥിതി? 25 മുതൽ 35 ഡിഗ്രി വരെ തെക്കും 40 മുതൽ 90 ഡിഗ്രി വരെ കിഴക്കും സ്ഥിതി ചെയ്യുന്ന മസാക്കർ ഇൻ ഹൈയിൽ ഉയർന്ന മർദ്ദാവസ്ഥയാണ്. അവിടെ ഉയർന്ന മർദ്ദാവസ്ഥയാണ്. തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മസാക്കർ ഇൻ ഹൈയിൽ ഉയർന്ന മർദ്ദാവസ്ഥയാണ്. എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എന്താണ് സ്ഥിതി? കനത്ത ചൂടാണ്, താഴ്ന്ന മർദ്ദമാണ്. ഉയർന്ന മർദ്ദത്തിൽ നിന്നും താഴ്ന്ന മർദ്ദത്തിലേക്ക് വായുപ്രവാഹം ഉണ്ടാകുമല്ലോ. അപ്പൊ കരയ്ക്കും സമുദ്രത്തിനും മുകളിലുള്ള
ഈ മർദ്ദ വ്യത്യാസം തെക്ക് പടിഞ്ഞാറ് നിന്ന് കാറ്റിന് കാരണമാകും. തെക്ക് പടിഞ്ഞാറ് നിന്ന് കാറ്റിന് കാരണമാവുകയാണ്. ഇപ്പൊ തെക്ക് പടിഞ്ഞാറ് നിന്നാട്ടോ ഈ കാറ്റ് വരുന്നത്. അങ്ങനെ ഇത് അടിയിലുള്ള സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പം വഹിക്കുന്നു. അപ്പൊ ഈ കാറ്റ് വരുമ്പോൾ ഈ കാറ്റിൽ സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പം ഉണ്ടാകും. മേഘങ്ങൾ നിറഞ്ഞ കാറ്റ് കരയിലെത്തുമ്പോൾ മഴ പെയ്യുന്നു. മസാക്കറിൻ ഹൈ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അവിടുത്തെ ഈ മർദ്ദ വ്യത്യാസം. അപ്പോ മറ്റെവിടെയെങ്കിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ സ്വാധീനിക്കപ്പെടുന്നുണ്ട് മസാക്കറിൻ ഹൈയിലെ ഉയർന്ന മർദ്ദം. മസാക്കറിൻ ഹൈയിലെ ഉയർന്ന മർദ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ മൺസൂണിന്റെ വിതരണത്തിലും മൺസൂണിന്റെ വരവിലുമൊക്കെ തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാകും. അതിനാൽ സമീപത്തുള്ള കണക്ഷനുകൾക്കൊപ്പം ഇന്ത്യൻ വേനൽക്കാല മൺസൂണിനും ടെലി കണക്ഷനുകൾ എന്നറിയപ്പെടുന്ന വിദൂര ബന്ധങ്ങളുണ്ട്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി മസാക്കറിൻ ഹൈ ബന്ധപ്പെടുന്നുണ്ട്. അവിടുത്തെ കാലാവസ്ഥയെ, അവിടുത്തെ മർദ്ദ വ്യത്യാസത്തെ ലോകത്തിന്റെ പല ഭാഗത്തും സ്വാധീനിക്കപ്പെടുന്നുണ്ട്. എവിടെയാണ് മസാക്കറിൻ ഹൈ രൂപപ്പെടുന്നത്? തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, മസാക്കറിൻ ദ്വീപുകൾക്ക് സമീപം. അവിടെ ഉയർന്ന മർദ്ദമാണ് ഈ വേനൽക്കാലത്ത്. എന്നാൽ ഇവിടെ കരയിൽ എന്താണ്? ഉയർന്ന ചൂടാണ്. ജൂൺ മാസം മുതൽ ആരംഭിക്കുന്ന വേനൽക്കാലം അല്ലെ? നമ്മുടെ മാർച്ച് ജൂണാണ് ആ വേനൽക്കാലം. പൊതുവായ ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് പിന്നീട് നമ്മൾ മനസ്സിലാക്കും. അത് ആ ജൂൺ മാസത്തിലുള്ള ആ വേനൽക്കാലത്തിന് മുന്നുള്ള നമ്മുടെ ഇവിടുത്തെ കനത്ത ചൂട്, ഇതൊക്കെ കൂടി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അപ്പൊ തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് വീശുന്ന കാറ്റാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് ആ പേര് ലഭിച്ചത്. ഒരു കാറ്റ് വരുന്ന സ്ഥലത്ത് നിന്നാണ് അതിന്റെ പേര് വരുന്നത്. അതായത് തെക്കുന്ന് വീശുന്ന കാറ്റ് തെക്കൻ കാറ്റ്, അല്ലാതെ തെക്കോട്ട് പോകുന്ന കാറ്റല്ല തെക്കൻ കാറ്റ്. ഇത് തെക്ക് പടിഞ്ഞാറ് നിന്നാണ് ഈ കാറ്റ് വീശുന്നത്. തെക്ക് പടിഞ്ഞാറ് നിന്ന് കാറ്റ് വീശുമ്പോൾ അതുകൊണ്ട് അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എങ്ങനെ ഉണ്ടാകുന്നു? ഈ സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പവും വഹിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ വിവിധ വാർത്താ റിപ്പോർട്ടുകളിലും കാലാവസ്ഥാ പ്രവചനങ്ങളിലൊക്കെ നിങ്ങൾക്കിത് കേൾക്കാം. അപ്പൊ തെക്ക് പടിഞ്ഞാറൻ കാറ്റുകളെ കുറിച്ച് വായിക്കാറുണ്ട്. ഈ കാറ്റിന്റെ ഉറവിടം എവിടെയാണെന്ന് നമ്മൾ അപൂർവമായി മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഇന്ത്യയിൽ നിന്നും 4000 കിലോമീറ്റർ അധികം ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു പവർ ഹൗസിൽ നിന്നാണ് ഈ കാറ്റുകൾ വരുന്നത്. ഒരു പവർ ഹൗസിൽ നിന്നാണ്. ഈ പവർ ഹൗസാണ് മസ്കറിൻ ഹൈ എന്നറിയപ്പെടുന്നത്. അവിടെ ഉയർന്ന മർദ്ദം, മസ്കറിൻ ദ്വീപുകൾക്ക് സമീപം തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉയർന്ന മർദ്ദം ഉണ്ടാകുന്നു. അങ്ങനെ അവിടെ ഉയർന്ന മർദ്ദം ഉണ്ടാകുന്നു. സാധാരണയായി ഈ ഉയർന്ന മർദ്ദ മേഖല ഏപ്രിൽ പകുതിയോടെ രൂപം കൊള്ളാൻ തുടങ്ങും. ഏപ്രിൽ പകുതിയോടെ കൂടിയാണ് ഈ 4000 കിലോമീറ്റർ അകലെ കടക്കുന്ന, ഇന്ത്യയിൽ നിന്ന് 4000 കിലോമീറ്റർ അകലെ കടക്കുന്ന തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കിടക്കുന്ന മസാക്കറിന് സമീപത്ത് ഈ മസാക്കറിൻ ഹൈ രൂപം കൊള്ളുന്നത്. ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സ്ഥിതി എന്താണ്? കര ചൂട് പിടിച്ച് കിടക്കുകയാണ്. അവിടെ മർദ്ദം കുറവാണ്. ഉയർന്ന മർദ്ദത്തിൽ നിന്നും താഴ്ന്ന മർദ്ദത്തിൽ സ്ഥലത്തേക്ക് കാറ്റ് തിരശ്ചീനമായി വായു വരും. ആ വായുവാകട്ടെ, ആ കാറ്റാകട്ടെ എന്തിനേയും വഹിച്ചുകൊണ്ടാണ് വരവ്. സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പവും വഹിച്ചുകൊണ്ടാണ് വരുന്നത്. ആ സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പം ഇവിടെ കരയിലെത്തുമ്പോൾ അതെന്തായി മാറും? മുകളിലെത്തി തണുത്ത് എന്തായി മാറും? മഴയായി താഴത്തേക്ക് വർഷപാതമായിട്ട് മാറും. അപ്പോ ഈ മസാക്കറിൻ ഹൈ ഇന്ത്യൻ മൺസൂണിന്റെ തീവ്രത നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ശക്തമായ ഉയർന്ന മർദ്ദം, ശക്തമായ കാറ്റോ മൺസൂൺ പ്രവാഹമോ സൃഷ്ടിക്കും. മസ്കറിൻ ഹൈ രൂപപ്പെടുന്നതിൽ അപ്പോ വളരെ കാലതാമസം ഉണ്ടായാൽ എന്തുണ്ടാകും? മസ്കറിൻ ഹൈ രൂപപ്പെടാൻ കാലതാമസം ഉണ്ടായാൽ മൺസൂൺ ആരംഭിക്കാനും കാലതാമസം ഉണ്ടാകും. മസ്കറിൻ ഹൈ വർഷങ്ങളായി ഗവേഷണ വിഷയമാണ്. അന്റാർട്ടിക് മേഖലയിലെ സംഭവ വികാസങ്ങളാണ് അതിന്റെ ശക്തി നിർണ്ണയിക്കുന്നതെന്ന് ഗവേഷകർ പറയുന്നു. അന്റാർട്ടിക് മേഖലയിലെ ഇന്ത്യയിൽ നിന്ന് എത്രയോ വിദൂരമായി കിടക്കുന്ന, മസ്കറിൻ ഹൈയിൽ നിന്ന് പോലും എത്രയോ വിദൂരമായി കിടക്കുന്ന അന്റാർട്ടിക് മേഖലയിലെ സംഭവ വികാസങ്ങളാണ് മസ്കറിൻ ഹൈയിലെ ഉയർന്ന മർദ്ദത്തെ സ്വാധീനിക്കുന്നത്. മസ്കറിൻ ഹൈയിൽ ഉയർന്ന മർദ്ദം ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, ഇടശ്ശേരി പറയുന്നത് പോലെ പേരാറ്റു നീരായ ചെമ്പിച്ച പൈക്കളെ ധാരാളം അട്ടിത്തളിച്ചുകൊണ്ടങ്ങനെ ഈ തീരഭൂവിൽ കടന്നെത്തി ഇന്നിതാ കറുത്ത ചെട്ടിച്ചികൾ. മൺസൂണിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ കറുത്ത പശുക്കൾ വരുന്നത് പോലെ, അട്ടിത്തെളിച്ച് കറുത്ത പശുക്കളെ തമിഴന്മാർ കൊണ്ടുവരുന്നത് പോലെ ഇതാ മഴമേഘങ്ങൾ വരുന്നു പേരാറ്റ നീരായ. അത് മസ്കറിൻ ഹൈയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വരുന്നത്. ആ മസ്കറിൻ ഹൈക്കും അപ്പുറത്ത് അന്റാർട്ടിക്കയിലെ സംഭവ വികാസങ്ങളാണ് ആ മസ്കറിൻ ഹൈയിലെ മർദ്ദത്തെ സ്വാധീനിക്കുന്നത്. എന്നാൽ പേടിക്കണ്ട, പലപ്പോഴും ഈ മസ്കറിൻ ഹൈ ഒരു മര്യാദക്കാരനാണ്. ഇത്രയും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയിൽ മൺസൂണിന്റെ കാലതാമസത്തിനും മോശം പ്രകടനത്തിനും ഈ ഘടകം പലപ്പോഴും ഉത്തരവാദിയായിട്ടില്ല. പക്ഷെ ഭാവിയിലായേക്കാം.
സമയനിഷ്ഠ പാലിക്കുന്ന ഒരു നല്ല സുഹൃത്താണ് ഈ മസ്കരിൻ ഹൈ ഇന്ത്യയുടെ. മസ്കരിൻ ഹൈനെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ മസ്കരിൻ ഹൈ ശക്തമാക്കുമ്പോൾ അത് ക്രോസ് ഇക്വറ്റോറിയൽ കറണ്ട് ഉരുത്തിരിയാൻ സഹായിക്കും. ഭൂമധ്യരേഖ കടന്നിട്ടാണ് ഈ വായുപ്രവാഹം വരുന്നത്. നമുക്ക് ചിത്രത്തിലേക്ക് പോകാം. ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഇവിടെ ചിത്രം ഞാൻ തന്നിട്ടുണ്ട്, നോക്കൂ. ഇപ്പോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമധ്യരേഖയാണ് കടക്കുന്നത്. ഈ മസ്കരിൻ ഹൈ എന്ന് പറഞ്ഞാൽ ദാ എവിടെയാണ് കിടക്കുന്നത്? ഇവിടെ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. കണ്ടോ? ഈ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് എവിടെ നിന്നാണ് വരുന്നത്? നമുക്കറിയാം, ഇത് കിഴക്കാണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് സൗത്ത് ആണ്. അപ്പൊ സൗത്ത് ഈസ്റ്റിൽ നിന്നാണ് ഈ കാറ്റ് വരുന്നത്. ഇങ്ങനെ പോകുന്നത് ആദ്യം. പക്ഷെ ഭൂമധ്യരേഖ കടക്കുമ്പോൾ നോക്കൂ, അതിന്റെ ദിശ മാറി. അതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കൊറിയോലിസ് ബലമാണ്. കൊറിയോലിസ് ബലം നമുക്കറിയാം. ഭൂമധ്യരേഖ കടക്കുമ്പോൾ കൊറിയോലിസ് ബല പ്രകാരം വസ്തുക്കളുടെ ദിശ മാറും അല്ലെ. നേരായ സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ ദിശ മാറ്റുന്ന ഒരാളാണ് ആര്? കൊറിയോലിസ് ബലം. ഭൂമധ്യരേഖ കടക്കുമ്പോൾ കൊറിയോലിസ് ബലം കാരണം ഈ വസ്തുക്കളുടെ എന്തു മാറും? ദിശ മാറും. അപ്പൊ ഇവിടെ തെക്ക് കിഴക്ക് നിന്ന് വരുന്ന ഈ സംഭവം പിന്നീട് തെക്ക് പടിഞ്ഞാറിൽ നിന്നായി മാറും. തെക്ക് പടിഞ്ഞാറിൽ നിന്ന് തന്നെയാണ് കാറ്റ്. അങ്ങനെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ രൂപം കൊള്ളുന്നത്. അപ്പോ ഓർക്കുക, മസാക്കറിൻ ഹൈ. ആ മസാക്കറിൻ ഹൈ എന്ന് പറയുന്നത് അത് മസാക്കറിൻ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള വിശാലമായ ഉയർന്ന മർദ്ദമേഖലയാണ്. അത് മസാക്കറിൻ ഹൈ രൂപപ്പെടാൻ സഹായിക്കുന്നു. അങ്ങനെ വരുന്നത് സൊമാലി ജെറ്റ് എന്നറിയപ്പെടും. ഇങ്ങനെയുള്ള ഈ വായു പ്രവാഹത്തെയാണ് സൊമാലി ജെറ്റ് എന്നറിയപ്പെടുന്നത്. ഇത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് കനത്ത മഴ പെയ്യുകയും ചെയ്യും. ശക്തമായ താഴ്ന്ന നിലയിലുള്ള ജെറ്റ് സാധാരണയായി ഇന്ത്യൻ ഉപദ്വീപിൽ ശക്തമായ മൺസൂൺ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ മസ്കരിൻ ഹൈയിൽ നിന്നുള്ള കാറ്റ് വടക്കു പടിഞ്ഞാറൻ ദിശയിൽ, മസ്കരിൻ ഹൈയിൽ നിന്നുള്ള കാറ്റ് വടക്കു പടിഞ്ഞാറൻ ദിശയിൽ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തേക്ക് വീശും. അത് ഇവിടെ സോമാലിയയുടെ ഭൂപ്രകൃതി കാറ്റിനെ കിഴക്കോട്ട് വ്യതിചലിപ്പിക്കും. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, അത്ര തന്നെ വേണ്ടുള്ളൂ. കൂടാതെ ഭൂമധ്യരേഖ കടന്നതിന് ശേഷം ഈ കാറ്റുകൾക്ക് കൊറിയോലിസ് പ്രഭാവം അനുഭവപ്പെടുന്നു. ഭൂമിയുടെ ഭ്രമണ പ്രഭാവം മൂലം മാത്രം നിലനിൽക്കുന്ന ഒരു ബലമാണ് കൊറിയോലിസ് ബലം. ഉഷ്ണമേഖല ചുഴലിക്കാറ്റിൽ കാണപ്പെടുന്ന ഭ്രമണ ചലനവും ഈ ബലം മൂലമാണ്, ഓർത്തിരിക്കുക. അതിനാൽ മൺസൂൺ കാറ്റുകൾ കിഴക്കോട്ട് ഗതിമാറി തെക്ക് പടിഞ്ഞാറ് നിന്ന് വടക്ക് കിഴക്ക് ദിശയിലേക്ക് വീശുന്നു. അവ രണ്ട് ശാഖകളായി പിടരുന്നു, അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. ഈ രീതിയിൽ മസ്കരിൻ ഹൈ അതുപോലെ തന്നെ സൊമാലിയൻ ജെറ്റ് മൺസൂണിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നറിയുക. ഓക്കെ, അപ്പൊ ആ ഭാഗം ക്ലിയർ ആയല്ലോ. അത്രമാത്രം ഓർത്തു വെച്ചാൽ മതി. മസ്കരിൻ ഹൈ രൂപപ്പെടുന്നു, അവിടെ ഒരു ഉയർന്ന മർദ്ദമേഖല ഉണ്ടാകുന്നു. വേനൽക്കാലത്ത് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ താഴ്ന്ന മർദ്ദമേഖലയാണ് ഉണ്ടാകുന്നത് കനത്ത ചൂട് കാരണം. ഇതിന്റെ ഭാഗമായി സൊമാലിയൻ ജെറ്റ് രൂപപ്പെടുന്നു. ആ സൊമാലിയൻ ജെറ്റിലൂടെ വരുന്ന കാറ്റ് എന്തിനെ വഹിക്കുന്നു? ഈർപ്പം വഹിക്കുന്നു. അത് ഭൂമധ്യരേഖ കടക്കുമ്പോൾ അത് വീണ്ടും കിഴക്ക് നിന്ന് വരുന്ന ഈ കാറ്റിന്റെ ദിശ പടിഞ്ഞാറിലേക്ക് മാറുന്നു. അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണായിട്ട് രൂപാന്തരപ്പെടുന്നു. ക്ലിയർ ആയല്ലോ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. അടുത്ത ഭാഗം നമുക്ക് പറയാനുള്ളത് സൊമാലിയൻ ജെറ്റാണ്. അത് അറബിക്കടലിൽ ഉത്ഭവിച്ച് ഇന്ത്യയിലേക്ക് കിഴക്കോട്ട് നീങ്ങുന്ന വായു പ്രവാഹമാണ്. ഇത് അറബിക്കടലിലാണ് ഉത്ഭവിക്കുന്നത്. സൊമാലിയൻ ജെറ്റ് എന്ന് പറയുന്നത് അറബിക്കടലിലാണ് ഉത്ഭവിക്കുന്നത്. അറബിക്കടലിൽ ഉത്ഭവിച്ച് അതെന്ത് ചെയ്യുന്നു? അത് അറബിക്കടലിൽ ഉത്ഭവിച്ച് എവിടേക്ക് വീശുന്നു? ഇന്ത്യയുടെ തീരത്തേക്ക് വീശുന്നു. ആ ഇന്ത്യയുടെ തീരത്തേക്ക് വീശുന്ന ഈ സാധനത്തെയാണ് ഈ കാറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൊമാലി ജെറ്റ് എന്ന് പറയുന്നത്. സൊമാലി ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് ഒരു ലോ ലെവൽ ജെറ്റ് സ്ട്രീം ആണ് കേട്ടോ. അല്ലാതെ നമ്മൾക്കറിയാം, നമ്മുടെ അന്തരീക്ഷ വാളികളിൽ ഒരു ജെറ്റ് സ്ട്രീം ഉണ്ട്. ഇതൊരു ലോ ലെവൽ ജെറ്റ് സ്ട്രീമാണ്. ഈ ജെറ്റ് മൺസൂൺ മഴ ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പൊ താഴ്ന്ന ഉയരത്തിൽ രൂപപ്പെടുന്ന ഒരു ശക്തമായ കാറ്റാണ് സൊമാലിയൻ ജെറ്റ് എന്ന് പറയുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ കിഴക്കൻ തീരത്ത് നിന്ന് ആരംഭിച്ച് ഇന്ത്യയിലേക്ക് വീശുന്ന കാറ്റ് മൺസൂണിന്റെ ഭാഗമാണ്. ഇത് ഇന്ത്യൻ ഉപദ്വീപിലെ മഴയ്ക്ക് എന്തു നൽകുന്നു? സംഭാവന നൽകുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന കാറ്റ്, മസാക്കറിൻ ഹൈയിൽ നിന്ന് ഇങ്ങനെ വരുന്ന കാറ്റ് പിന്നീട് ഇങ്ങണ്ടായിട്ട് മാറും. അപ്പോൾ ആദ്യം ഇങ്ങണ്ട് തെക്ക് പടിഞ്ഞാറ് നിന്ന് വരുന്ന കാറ്റ്, തെക്ക് കിഴക്കിൽ നിന്ന് വരുന്ന കാറ്റ് പിന്നീട് കൊറിയോലിസ് പ്രഭാവം മൂലം തെക്ക് പടിഞ്ഞാറായിട്ട് മാറും.
മസാക്കറിൻ ഖയിൽ നിന്നാണ് വരുന്നത്. ആ മസാക്കറിൻ ഖയിൽ ഉയർന്ന മർദ്ദമേഖല. ഇവിടെയാണെങ്കിലോ വേനൽക്കാലത്ത് ഏപ്രിൽ പകുതിയോടുകൂടി ഉയർന്ന ചൂട് കാരണം താഴ്ന്ന മർദ്ദമേഖല. ഓക്കെ, അപ്പോ അത് ക്ലിയർ ആയല്ലോ. അപ്പൊ ഏപ്രിൽ പകുതിയോടെ രൂപം കൊള്ളുന്ന ഇന്ത്യൻ മൺസൂണിന്റെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഉച്ചമർദ്ദ മേഖല ഏതാണ്? അത് മസാക്കറിൻ ഖൈ ആണ്. ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. ആ ചോദ്യത്തിലേക്ക് ഒന്ന് കടന്നുപോയാൽ നിങ്ങൾക്കറിയാം, തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീര സമതലത്തിൽ മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല അതാണ് എന്തെന്ന് പറയുന്നത്? മസാക്കറിൻ ഖൈ. അപ്പൊ സൊമാലിയൻ ജെറ്റും ഉണ്ട് പ്രധാനം. പക്ഷെ ഇവിടെ ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞതോടുകൂടി സൊമാലിയൻ ജെറ്റിന്റെ കഥ പിന്നെ നമുക്ക് അവിടെ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ PSCക്ക് നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കണ്ടേ? അങ്ങനെ നിരന്തരം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ പിന്നീട് മൺസൂണിനെ കുറിച്ച് നമുക്കൊന്ന് വിശദമായി പഠിക്കാം. ആ ചോദ്യങ്ങൾ പറയാം. മൺസൂൺ കാറ്റുകൾ, ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റങ്ങളാണ്. വേനൽക്കാലത്ത് ആവർത്തിക്കുന്ന ഒരു കാറ്റാണ് ഈ മൺസൂൺ കാറ്റ് എന്ന് പറയുന്നത്. മൺസൂൺ എന്നുള്ള പദം എവിടെ നിന്ന് വന്നു എന്നറിയാം. മൺസൂൺ എന്നുള്ള പദം ഉത്ഭവിച്ച ഭാഷ അറബി ഭാഷയിൽ നിന്നാണ്. മൺസൂൺ എന്ന പദത്തിന്റെ ഉത്ഭവം മൗസിം, മോസം എന്നൊക്കെ പറയും. മൗസിം, മോസം, ഋതുക്കൾ എന്ന അർത്ഥമുള്ള അറബി പദത്തിൽ നിന്നാണ്. മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകളാണ്, അല്ലെ? കിഴക്കുന്ന് വന്നൊരു പിന്നെ പടിഞ്ഞാറേക്കാണ്ട് പോവാം. അപ്പൊ കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകളാണ്. മൺസൂൺ രൂപപ്പെടുന്നതിനുള്ള പിന്നാലെ പ്രധാന ഘടകങ്ങൾ ഒന്ന് കൊറിയോലിസ് പ്രഭാവവും താപനത്തിലുള്ള വ്യത്യാസങ്ങളും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉയർന്ന ചൂട്, താഴ്ന്ന മർദ്ദം, അതേ സമയത്ത് മസാക്കറിൻ ഖൈയിൽ ഉയർന്ന മർദ്ദ വ്യത്യാസമാണ്. മാത്രമല്ല തെക്ക് കിഴക്ക് നിന്ന് വരുന്ന ഈ കാറ്റ് പിന്നീട് ഭൂമധ്യരേഖ കടക്കുമ്പോൾ കൊറിയോലിസ് പ്രഭാവം മൂലം അതിന്റെ ദിശ മാറി തെക്ക് പടിഞ്ഞാറായിട്ട് മാറും. ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലത്ത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല വടക്കോട്ട് നീങ്ങുന്നു, അല്ലെ? ഉത്തരാർദ്ധഗോളത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലത്ത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, മധ്യരേഖയ്ക്കടുത്ത് സൂര്യന്റെ ഈ ചൂട് തട്ടിയിട്ടുള്ള ഈ ന്യൂനമർദ്ദ മേഖല എവിടേക്ക് നീങ്ങുന്നു? വടക്കോട്ട് നീങ്ങുമ്പോൾ തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ത് ചെയ്യുന്നു? അത് തെക്ക് പടിഞ്ഞാറൻ വാണിജ്യവാദങ്ങളായി മാറുന്നു ഈ ഭൂമധ്യരേഖ ക്രോസ് ചെയ്യുമ്പോൾ. അങ്ങനെ മധ്യരേഖ കടക്കുമ്പോൾ കൊറിയോലിസ് പ്രഭാവം മൂലം തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായിട്ട് മാറും. ഉയർന്ന പകൽ ചൂട് മൂലം കരഭാഗത്തുണ്ടാകുന്ന ന്യൂനമർദ്ദം സമുദ്രത്തിൽ നിന്നുള്ള ഈ കാറ്റുകളെ ആകർഷിക്കും. അതുവഴി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ രൂപം കൊള്ളുന്നു. ശൈത്യകാലത്ത് ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവും രൂപപ്പെടും. പ്രത്യേകിച്ച് മസാക്കറിൻ ഖൈ നിങ്ങൾക്കറിയാലോ. ഇതിന്റെ ഫലമായി വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ ശക്തി പ്രാപിക്കുന്നു. ഇത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾക്ക് കാരണമാകുന്നു. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ പിന്നീട് എന്തു ചെയ്യുന്നു? വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ ഭൂമധ്യരേഖ കടക്കുമ്പോൾ അത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ ഉണ്ടാവുന്നത് അങ്ങനെയല്ലേ? ശൈത്യകാലത്ത് ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദം രൂപപ്പെടുകയാണ്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ശൈത്യകാലം വരുമ്പോൾ ഏഷ്യ വൻകരയിൽ എന്ത് ചെയ്യുന്നു? തണുക്കുന്നു. അപ്പൊ ഉച്ചമർദ്ദം രൂപപ്പെടുമ്പോൾ സമുദ്രത്തിൽ അപ്പോ കനത്ത ചൂടായിരിക്കും, അവിടെ ന്യൂനമർദ്ദവുമായിരിക്കും. അവിടെ എന്തായിരിക്കും? ഇവിടെ ഏഷ്യ വൻകരയിൽ ഉച്ചമർദ്ദമായിരിക്കും. ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഭാഗത്ത് ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവുമാണ്. നമ്മൾ വടക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ കുറിച്ച് പിന്നീട് വടക്ക് കിഴക്കൻ മൺസൂണിനെ കുറിച്ച് പിന്നീട് പറയാം. ശൈത്യകാലത്ത് ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവുമാണ്. ഇതിന്റെ ഫലമായി വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ ശക്തി പ്രാപിക്കുകയും ഇത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾക്ക് കാരണമാകുന്നു. മൺസൂൺ സംബന്ധിച്ച പ്രധാന വസ്തുതകൾ ഓർക്കേണ്ടത്, മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യം നിരീക്ഷിച്ച അറബി പണ്ഡിതൻ ഹിപ്പാലസ് ആണ്. ആരാണ്? ഹിപ്പാലസ് ആണ്. കാലത്തിനൊത്ത് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളുടെ ഭാവനയിൽ കാളിദാസൻ രചിച്ച കാവ്യമാണ് മേഘസന്ദേശം. അപ്പൊ മൺസൂൺ എന്ന പദം ഉത്ഭവിച്ച അറബി ഭാഷ അത് അറബിയാണ്.
മൺസൂൺ എന്ന പദം അറബി പദത്തിൽ നിന്ന് ഏത് അറബി പദത്തിൽ നിന്ന് ഉത്ഭവിച്ചു? ഇതൊക്കെ നിരന്തരം PSC ചോദിച്ചതാണ്. മാസിം, മോസം എന്നൊക്കെ പറയും. മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം നിരീക്ഷിച്ച അറബി പണ്ഡിതൻ ആരാണ്? ഹിപ്പാലസ് ആണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ രൂപം കൊള്ളുന്നത് പ്രധാനമായുള്ള കാരണം എന്താണ്? ഇത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്നാക്കി മാറ്റുക. തെക്ക് പടിഞ്ഞാറൻ, ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിയതാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ രൂപം കൊള്ളുന്നതിനുള്ള പ്രധാന കാരണം അത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ രൂപം കൊള്ളുന്നതിനുള്ള പ്രധാന കാരണം അത് സമുദ്രത്തിന്റെ താപനില വർദ്ധിക്കൽ തന്നെയാണ്. ഞാൻ ഇതിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളെ കുറിച്ച് പറയാം. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറഞ്ഞാൽ അവിടെ പറയാം, ശൈത്യകാലത്ത് ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദമാണ്. ശൈത്യകാലത്ത് ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദമാണ്. അതുപോലെ തന്നെ ഇന്ത്യ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവുമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവുമാണ് ശൈത്യകാലം. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുകളിലാണ് ന്യൂനമർദ്ദം. ഇവിടെ ഏഷ്യൻ വൻകരയിൽ കനത്ത ചൂടാണ്, കനത്ത തണുപ്പാണ്. അതുകൊണ്ട് അവിടെ ഉച്ചമർദ്ദമാണ്. അപ്പൊ അവിടെ നിന്ന് തിരിച്ചു കാറ്റ് വീശും. അതാണ് നമ്മുടെ തുലാവർഷം. തിരിച്ച് വടക്ക് കിഴക്കൻ മൺസൂൺ രൂപപ്പെടും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾക്ക് കാരണമാകുന്നത് നേരെ തിരിച്ചാണ്. അപ്പോ അവിടെ ഓർത്തു വെക്കുക, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ രൂപം കൊള്ളുന്നത് എവിടെയാണ്? സമുദ്രത്തിന്റെ താപനില വർദ്ധിക്കുന്നു. മറ്റത് ഹൈ പ്രഷറാണ് സമുദ്രത്തിൽ, ലോ പ്രഷറാണ് വൻകരയിൽ, തെക്ക് പടിഞ്ഞാറ് നടക്കുമ്പോൾ. അപ്പൊ വൻകരയിലേക്ക് കാറ്റ് വീശും. ഇനി തെക്ക് പടിഞ്ഞാറ് കാറ്റ് കഴിഞ്ഞു, ഇനി മൂപ്പര മടക്കമാണ്. അത് വടക്കുന്നാണ് വരുന്നത്, വടക്ക് കിഴക്കുന്ന വരിക. കാരണം എന്താ? അപ്പയ്ക്ക് അവിടെ ശൈത്യകാലമായി, അവിടെ വായു തണുത്തു, മർദ്ദം കൂടി, അപ്പൊ സമുദ്രത്തിൽ ചൂട് കൂടി, അപ്പൊ അവിടെ നിന്ന് കാറ്റിങ്ങോട്ട് തിരിച്ചു വീശും. മൺസൂൺ കാറ്റുകളുടെ കാലചക്രത്തെ അടിസ്ഥാനമാക്കി കാളിദാസൻ രചിച്ച കൃതിയാണ് മേഘസന്ദേശം. ചെറുതായിട്ട് നിങ്ങളെന്ന് കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു അടുത്ത മൺസൂൺ ക്ലാസ്സിൽ നമുക്ക് റെഡിയാക്കാം. ഓക്കെ, താങ്ക് യു ആൾ. അപ്പൊ ക്ലാസ് കണ്ടു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ പറയുക. ഞാൻ ഒരിക്കൽ കൂടി പറയാം. വളരെ സിമ്പിളാണ് ഈ കാര്യം. ഞാൻ ഒന്നും കൂടി പറയാം. അതായത് ഇത് ഭൂമധ്യരേഖ. ഈ ഭാഗത്താണ് എന്തെന്ന് പറയുന്നത്, ഇത്ര മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ ഭാഗത്താണ് മസാക്കറിൻ ഹൈ എന്ന് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ ആണ് ഇന്ത്യ, കറക്റ്റ് അല്ലേ? ഇന്ത്യൻ ഉപഭൂഖണ്ഡം തുടങ്ങുന്നത് എന്നും വിചാരിക്കുക. ഇവിടെ ഹൈ പ്രഷർ ഉണ്ടാവുന്നു വേനൽക്കാലത്ത്. ഇവിടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ലോ പ്രഷറും ഉണ്ടാകും, കാരണം ഉയർന്ന ചൂട്. അപ്പൊ ഇവിടുന്ന് കാറ്റ് വീശും. ഈ കാറ്റിന്റെ ദിശ കൊറിയോലിസ് പ്രഭാവം മൂലം ഇങ്ങനെ വീശില്ല, കാരണം കൊറിയോലിസ് പ്രഭാവം മൂലം ദിശാവ്യതിയാനം സംഭവിക്കും. അപ്പോ അവിടെ എന്തുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തെക്ക് നിന്ന് വീശുന്ന കാറ്റ് തെക്ക് കിഴക്കായിട്ടാണ് വീശുക. തെക്ക് നിന്ന് ഇങ്ങനെ നേരെ വടക്കോട്ട് വീശില്ല, അതിന് ദിശാവ്യതിയാനം സംഭവിക്കും കൊറിയോലിസ് പ്രഭാവം മൂലം. അപ്പൊ അത് തെക്ക് കിഴക്കൻ കാറ്റാണ്. കാരണം തെക്ക് ഭാഗത്തു നിന്നാണ് വരുന്നത്, കിഴക്ക് ഭാഗത്തു നിന്നാണ് വരുന്നത്. പക്ഷെ ഭൂമധ്യരേഖ കടക്കുമ്പോൾ ഇതിന്റെ ദിശയ്ക്ക് മാറ്റം വരും. അങ്ങനെ അത് തെക്ക് പടിഞ്ഞാറായിട്ട് മാറും. അപ്പൊ ഇതിനെ സൊമാലിയൻ ജെറ്റ് എന്നും വിളിക്കും. മസാക്കറിൻ ഹൈയിൽ നിന്നുള്ള ഈ ഹൈ കാരണമാണ് ഇത് രൂപപ്പെടുന്നത്. ഇത് വിശ്വസ്തനാണ്. ഇതുവരെ അന്റാർട്ടിക്കയിലുള്ള സംഭവങ്ങളടക്കം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നറിയുക. ഇനി എന്തുണ്ടാവും? ഇത് വേനൽക്കാലത്തിന്റെ സ്ഥിതി. ശൈത്യകാലം, ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലമാകുമ്പോൾ ഇവിടെ തടക്കും. ഇത് തെക്കേ ഇന്ത്യൻ സമുദ്രമാണ്. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രമാണ് ഈ കിടക്കുന്നത്. ഇവിടെയാണ് ഈ ഹൈ പ്രഷർ രൂപം കൊള്ളുന്നത്. ഇനി സൊമാലിയൻ ജെറ്റ് ഇനി നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏഷ്യൻ വൻകരയിൽ ശൈത്യകാലം വരുമ്പോൾ അവിടെ ലോ പ്രഷറായി. അപ്പൊ സമുദ്രത്തിൽ എന്തായി? ഹൈ പ്രഷറായി. ഇവിടെ ഹൈ പ്രഷറായി, കാരണം അവിടെ ശൈത്യകാലം ഹൈ പ്രഷറായി. ഇവിടെ ലോ പ്രഷറായി എന്ന് പറഞ്ഞാൽ കനത്ത ചൂടാണ്, വായു മുകളിലേക്ക് പോയി ലോ പ്രഷറായി. അപ്പോ എന്തുണ്ടാവുന്നു? വടക്ക് കിഴക്ക് നിന്ന് കാറ്റ് വീശും. ഇങ്ങനെ പോയാൽ മതി. പക്ഷേ മൺസൂൺ കാരണം അത് വടക്ക് നിന്ന് കിഴക്കോട്ട് വീശും. വടക്ക് കിഴക്കൻ അങ്ങനെ മൺസൂണുകളും രൂപപ്പെടും. ഇപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ മുഴുവൻ കണ്ടവർ അവരുടെ അഭിപ്രായം എന്ന് പറയുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ